അല്ല പക്ഷേ ഞാൻ ആസ് എ ഡോക്ടർ പറയുകയാണെങ്കിലുണ്ടല്ലോ, കുട്ടികൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ, പക്ഷേ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ പ്രഗ്നൻസി ആവുമ്പോൾ സ്വന്തം കുഞ്ഞ് എന്നുള്ള ഒരു ഇത് കിട്ടും. വൺ തിങ്. വേറൊരു സാധനം, നമുക്ക് മെഡിക്കൽ പ്രോബ്ലംസ് പ്രായം കൂടുമ്പോൾ കൂടും ആക്ച്വലി. പിന്നെ കാര്യമൊക്കെ മച്യൂർ ആവും, അണ്ടർസ്റ്റാൻഡിങ് ഒരു ഇതെല്ലാം സമ്മതിച്ചു. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പ്രായമുണ്ട്, പ്രകൃതി തീരുമാനിച്ച പ്രായം ഉണ്ടല്ലോ. അപ്പം പറ്റുവാണെങ്കിൽ ഇവൻ കരിയർ ഉണ്ടെങ്കിലും ഒരുപാട് വൈകാതെ ഇൻ ദ ലേറ്റ് 20s അല്ലെങ്കിൽ ലൈക്ക് 30s, അതായത് നമുക്ക് കരിയർ, കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടെങ്കിലും കരിയർ ആവാലോ. എൻ്റെ കല്യാണം 19ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. ഞാനത് കഴിഞ്ഞിട്ട് MBBS ഫുൾ കംപ്ലീറ്റ് ചെയ്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ UK പോയി ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഫൈനൽ ഇയർ ഒരു കൊച്ചുണ്ടായി. എൻ്റെ കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഫൈനൽ ഇയർ MBBS എഴുതുമ്പോൾ എൻ്റെ കൊച്ചിന് 1 മാസം പ്രായമുള്ളൂ. 1 മന്ത് ബേബീനെയും കൊണ്ട്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബീനെയും കൊണ്ട് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. ഡോക്ടേഴ്സിന് വേറെ മുറിയിലിരുത്തി, കാരണം എനിക്ക് ഫുൾ ഡേ എക്സാം. അപ്പോൾ അതൊന്നും എനിക്ക് അന്ന് അത്ര ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷേ ഡിഫിക്കൽട്ടോ ഐ തിങ്ക് ഇറ്റ്സ് എ ഡൂവബിൾ തിങ്. കരിയർ നമുക്ക് വേണമെങ്കിൽ കൊണ്ടു നടക്കാം. UK ആരും ഹെൽപ്പിനില്ല, 2 കുഞ്ഞ് ബേബീസും. സോ കരിയറിന് വേണ്ടി ബയോളജി മാറ്റി വെക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാർട്ട്ണർ ഉണ്ടാവുന്നത്, ഇൻറ്റിമസി, ചില കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണം. പിന്നെയും ചെയ്യാം. ലൈക്ക് ഇപ്പം അത് വർക്ക് ആയില്ല, ഇഫ് യു കുഡന്റ് ഹാവ് ഇറ്റ്, ആദ്യത്തെ ഫെയിലായിരുന്നു, അങ്ങനെയല്ലേ, അറ്റ് എനി ഏജ് ചെയ്യാം. 60 വയസ്സിൽ 80 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാം. ബട്ട് ടു ഹാവ് എ ചൈൽഡ്, അതിനെ വളർത്തിക്കൊണ്ടുവരാനും ഇതിനൊക്കെ മേ ബി യങ്ങർ ഏജാണ് മെഡിക്കലി ലോജിക്കലി ദി ഐഡിയൽ തിങ്. അപ്പോൾ മേ ബി തിങ്സ് വിൽ ചേഞ്ച്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നാച്ചുറൽ പ്രഗ്നൻസിയുടെ സാധ്യത കുറയുമായിരിക്കും. ആൾക്കാർ തമ്മിലുള്ള സെക്ഷൽ റിലേഷനും ഇതൊക്കെ തീരെ കുറഞ്ഞ് വരുമ്പോൾ മോസ്റ്റ് ലൈക്ലി എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ ആവുന്ന ഒരു കാലഘട്ടം വരുമായിരിക്കും. എന്ത് തോന്നണോ? പോൺ അഡിക്ഷനും ഇതൊക്കെ കൂടെ. അതെ, അതിനും ആള് വേണ്ടെന്നുള്ള ഒരു ഇതിലോട്ട് വരും. അല്ലെങ്കിൽ അതിനും സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യും, ഇന്ന ക്വാളിറ്റി ഉള്ള, ഇന്ന സോഷ്യൽ സ്റ്റേച്ചറുള്ള ആളുടെ ഇത് വേണം എന്നുള്ള ലെവലിലോട്ട് പോകും. അല്ല, അത് ഓൾറെഡി ഉണ്ടല്ലോ. ആൾക്കാർ ഇപ്പോൾ ഡോണറിന് ചോദിക്കുമ്പോൾ ദേ ആസ്ക് ഫോർ ദാറ്റ്. വെളുത്തിരിക്കണം, ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ജോലി വേണം, ഇന്ന സ്വഭാവം വേണം എന്നൊക്കെ ആൾക്കാർ വേണം. ഡിസൈനർ ബേബീസ് ആ ഓൾറെഡി ദർ, അതുണ്ട്. പിന്നെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആകുമ്പോഴും ഡിസൈനർ ബേബീസിന് പോവായിരിക്കും.